ഈശ്വര, രക്ഷപ്പെട്ടു. ട്രെയിൻ സമയത്തിന് വന്നു. ധൃതിയുണ്ടേ ചേട്ടൻ അങ്ങോട്ടേ ബോഡി പിടിച്ചു 1 കിലോ കൊപ്ര കൊണ്ടാക്കി മേടിക്കാൻ. ചേട്ടാ, എന്റെ മോരാളിയുടെ മോൻ ഈ ട്രെയിന് വരുന്നുണ്ട്. കക്ഷി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഈ തിരക്ക് ഞാൻ ആ കൊച്ചിനെ തപ്പി എടുത്തോട്ടെ. ഞാൻ എന്തിനാ എന്റെ പുറകെ വരുന്നത്? ഒന്ന് മാറിത്തരണേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്നെ രക്ഷിക്കോ, പിടിച്ചെടുത്തേ. പേര് നോക്കി പിടിച്ചടക്കണേ. വള്ളി കാലി ചുറ്റി. അല്പം കൂടി ചുറ്റിയിരുന്നെങ്കിൽ അടിപ്പാവാടയുടെ വള്ളി കാലി ചുറ്റിയാണ്. ഒരു കുത്തിന്റെ കുറവുണ്ട്. അതെ, വിജയ്. ഒരു കുത്തിന്റെ പോരായ്മയുണ്ട്. അയ്യോ സോറി, ഒരു തെറ്റി പറ്റി. എന്നാ പിന്നെ പുറപ്പെടുകയല്ലേ? പുറപ്പെടാം. ചേട്ടനെ കണ്ടില്ലായിരുന്നു ഞാൻ തെണ്ടി പോയേനെ. ഈ തിരക്കിനിടയിൽ നിന്ന് മോനെ ഇത്ര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂന്ന് ഞാൻ കരുതിയില്ല. ഇവിടെ എങ്ങനെ എന്നെ കാത്തു കിടക്കുന്നു ഞാനും കരുതിയിരുന്നില്ല. അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു മോൻ വരുമെന്ന്. അച്ഛൻ മോനെ കുറിച്ച് പറഞ്ഞു. ഞാൻ കരുതി കുറച്ചും കൂടെ ചെറുപ്പമായിരിക്കുമെന്ന്. എനിക്ക് പ്രായം തീരെ കുറവാ. ചർമ്മം കണ്ടാ തോന്നുകയില്ല. എന്താണോ അവിടെ? റെയിൽവേ സ്റ്റേഷൻ നിന്റെ കുടുംബം ഇവിടെ വിചാരിച്ചോ? പ്ലാറ്റ്ഫോമിൽ കിടന്ന് കുഷ്ണം പറയാതെ എനിക്ക് പോണ പറഞ്ഞു. പോലീസാണ് ആകാശത്തേക്ക് വെടിവെക്കും. ശരിയാ, ഇവരുടെ വെടി കാരണം കാക്കകൾക്ക് പോലും പറക്കാൻ പറ്റുന്നില്ല. സരസനാണല്ലേ? അല്ല, എന്നിട്ട് പോകാനല്ലേ പറഞ്ഞത്? അല്ല, ചേട്ടന്റെ പേര് പറഞ്ഞില്ല. ഞാനാണ് എട്ടുവീട്ടിൽ കുട്ടപ്പൻ. എട്ടുകാലി കുട്ടപ്പനോ? എട്ടുകാലി അല്ല, എട്ടുവീട്ടിൽ കുട്ടപ്പൻ. തിരുവിതാംകൂർ ചരിത്രം അറിയില്ലേ? അറിയില്ല, പറയോ. ഇപ്പൊ സമയമില്ല, പിന്നെ പറയാം. ഞാൻ ആരാണെന്ന് വഴിയേ അറിയാം. അല്ല, ഏതായാലും ഞാൻ ഇവിടെ എത്തിയില്ലേ, ഇനി എന്തിനാ ഇത് തൂക്കി പിടിച്ചോണ്ട് നടക്കണ? അതങ്ങട് കള. സോറി. അമ്മേ, എന്തോരം വലിയ വീടാ. ഇത് മോന്റെ വീട് തന്നെ. എന്നിട്ട് അച്ഛൻ പറഞ്ഞില്ലല്ലോ ഇത് മോന്റെ വീടാണെന്ന്. ചിലരങ്ങനെയാ. അച്ഛൻ അങ്ങനെ തന്നെയാ. വാ മോനെ. മോൻ കളരിയാണോ? അല്ല, ഞാൻ കോൺഫറൻസിങ്. ആഹാ, വന്നോ? ഞാൻ വിചാരിച്ചു ആളെ പരിചയമില്ലാത്തോണ്ട് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി കാണുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇതല്ലേ കോലം. ഈ ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടി പോയേനെ. ഏതാ ചേട്ട ഈ ഐറ്റം? ഇത് ലത, എന്റെ ഭാര്യ. ലത തിരിച്ചിട്ടാ തല, തല തിരിച്ചിട്ടാ ലത, ലത തിരിച്ചാൽ തല, തല തിരിച്ചാൽ ലത. ചേച്ചി, ഞാനൊരു പാട്ട് പാടാം. നല്ല ചേച്ചി, ഞാനൊന്ന് പരിചയപ്പെട്ടെ. പാശ്ചാത്യ സംസ്കാരം ലണ്ടനിൽ നിന്ന് വരികയാണോ? എന്റെ രീതി ഇങ്ങനെയാ. മോനോട് എത്ര കാലം കാണും? ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമേ ഇല്ല. ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും. നാളെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നാട്ടിലേക്ക്. ആർക്ക്? നിനക്ക്. അയ്യോ, എന്തോരം ഭക്ഷണം. വാ ചേച്ചി, വിളമ്പ്. ഞാൻ വിളമ്പി തരാം. പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്ത് മനസ്സിലായി. ഇവന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം ഒരു മുതലാളിയുടെ മോന് ചേർന്നതല്ല. നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാ. എന്റെ
അല്ല അവിയല് കൂട്ടി കഴിക്കാൻ പറയായിരുന്നു. ആരാ നിങ്ങളോട് സ്റ്റേഷനിൽ കാത്തിക്കണമെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? ഏതച്ഛൻ? എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ പറഞ്ഞ കാക്ക ഞാൻ ആരാ? നിന്റെ അച്ഛന്റെ സെർവന്റ്? പിന്നല്ല ആരാ? ഇവിടുത്തെ മുതലാളിയോ? എന്നെ മനസ്സിലായി ഇല്ല. എന്നാലേ ഞാൻ ആ കൃഷ്ണമേനോന്റെ മകൻ. കൃഷ്ണമേനോ മോരാരുടെ മകൻ ദോ അവിയലും കൂട്ടി വെട്ടുന്നു. എന്റെ തന്തയെ മാറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ കൃഷ്ണമേനന്റെ മോനല്ല. പിന്നെ ഞാൻ അയ്യം വിജയന്റെ മോനാ. പന്ത് കളിക്കാരന്റെ? അല്ല, ഇത് വേറെ കളിക്കാരനാ. പിന്നെ എന്തിനു നീ എന്നോട് വന്നു? ഞാൻ തന്നെ വന്നല്ലോ, എന്നെ കൂട്ടിട്ടൊന്നുമല്ലേ. ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല. ഞാൻ എന്റെ ജോലിയിലേക്ക് കിടക്കട്ടെ. എന്താ ഇതൊക്കെ? ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. എവിടുന്ന് കിട്ടി ഈ വട്ടന്? വട്ടത്തിന്റെ അച്ഛനാണോ? ഏതാണോ ഈ ശവം? എടാന്ന് വിളിച്ചാലോ വീട്ടിൽ എനിക്ക് വട്ടലൂടാ. ഒന്ന് ഇളകിയതാണോ? 3 പ്രാവശ്യം ഇളകി, 3 പ്രാവശ്യം ചാടി, 3 പ്രാവശ്യം പിടിച്ചു. ചേച്ചി ഇപ്പൊ ഞാൻ ഇവിടേക്ക് കള്ളവണ്ടി കയറി വന്നിരിക്കണേ. ഇനി ഇവിടുന്ന് പോണ പ്രശ്നമേ ഇല്ല. ഇവനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം. കൊണ്ട് കളയാൻ ഞാൻ അതെ, മോന്റെ അച്ഛൻ വേറൊരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. എന്തത്? അയ്യോ, എന്റെ ബാഗ്. എടുത്തോ. ആ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെങ്ങോട്ടാ പോണേ? അതെ, അച്ഛൻ പറഞ്ഞ കാര്യം പറയാം. മോൻ അച്ഛൻ പറഞ്ഞ എന്തും കേൾക്കുവോ? എന്നാ നിന്നെ സേലത്ത് വിടാം. ലേലത്തിനോ? ലേലത്തിനല്ല, സേലത്ത്. തമിഴ്നാട്ടിൽ ഒരു സ്ഥലമാണ് സേലം. അവിടെ വിടാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ ഞാൻ അനുസരിക്കാം. അണ്ണാച്ചി, അവനെ സേലത്തിറക്കി വിട്ടാ മതി. കാണുന്ന പോലെയല്ല, കുഞ്ഞുങ്ങളുടെ മനസ്സാ. മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ പോലും പുറത്തിറക്കി വിടരുത്. എനിക്ക് വിടുവേ മാറ്റേ. ഇത് അവന്റെ ടിക്കറ്റും ബാക്കി നിങ്ങൾ എടുത്തോ. വാരടക്കി പോയി. ചേട്ടാ, ചേട്ടൻ വരണില്ലേ? മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാനീണം നൽകി, ഈണം തേടും നീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടിപ്പാടും. പ്രിൻസിപ്പാള് പതിപോലെ പ്രേമം തുടങ്ങി. അതെ അതെ. ഒരു മിനിറ്റ്, നിങ്ങൾ 2 സിസ്റ്റേഴ്സ് ആണോ? അല്ല, പിന്നെ പ്രദേശായിരിക്കും. കുട്ടിയെ ഞാനൊരു സഹോദരിയായിട്ട് കണ്ടോട്ടെ. ഓടാ, അവന്റെ ഒരു തമാശ. പേരറിയില്ല, നാടറിയില്ല, വീടറിയില്ല, ജാതി അറിയില്ല, പ്രായം അറിയില്ല, ഇനി തമ്മിൽ കാണുമോന്നും അറിയില്ല. ഒന്ന് മാത്രം ആന മുഴുപ്പിലറിയാം, ഇഷ്ടമാണ്. ഇത് കുഴഞ്ഞു പറഞ്ഞ കേസാണ്. ഇതെങ്ങനെ ഒരുമിക്കും? അതല്ല ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത്. ചേട്ടന്റെ എക്സ്പീരിയൻസ് വെച്ച്. അയ്യോ, എന്റെ പൊന്ന് വിജയമോൻ, എനിക്കിങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. മോങ്ങാനിരുന്ന നായ. അതായത് ചേട്ടൻ. അതെ, ഞാൻ തന്നെ. എന്റെ തലേ വീണ തേങ്ങയാണ് എന്റെ ഭാര്യ. ഇവള് കണ്ണിറുക്കി കാണിച്ചു, ഞാൻ വീണു. ഇപ്പൊ അത് ഒഴിയാ ബാധയായി. എന്നെ വിളിച്ചോ? ഏയ് ഇല്ലല്ലോ. ഓ, എന്നാ പിന്നെ എനിക്ക് തോന്നിയായിരിക്കും. അവിടത്തേക്ക് അങ്ങനെ പലതും തോന്നും. ഇന്നെനിക്ക് തട്ടുകിട്ട് ഒഴിയാ ബാധ എന്ന് പറയുന്നവൾ കേട്ടു. വിജയമോന്റെ മനസ്സിനെ പിടിച്ചു വിളിക്കുക കൊച്ചു സുന്ദരിയെ കുറിച്ച് മൊത്തത്തിലൊരു വർണ്ണന. എങ്ങനെ വേണേലും ആകാം, രസകരമായിരിക്കണം. രസകരമാവും. ആരാ? വെള്ളാരിക്ക പിണ്ടി വെള്ളാരിക്ക എന്ന പാക്കാമേ പോവാതെ വെള്ളാരിക്ക വെള്ളാരിക്ക എന്നാസി തുടിക്കുന്നി. ഞാൻ അന്നൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ചേട്ടൻ എന്തിനാ എന്നെ സേലത്തേക്ക് പറഞ്ഞു വിട്ടത്? കപ്പലണ്ടി വാങ്ങിക്കാൻ ആണോ? ചേട്ടാ, തമിഴ്നാട്ടിൽ മുഴുവൻ തമിഴാ ആണ്. അതും അവര് പറയുന്ന മുഴുവൻ തെറിയാ. എടാ മണ്ട, തെറിയല്ല. നീ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതോ? അത് മുടി ആണോ? പിന്നെ അവന്റെ ഒരു ചേച്ചി മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടിട്ട് എന്നോട് ഇവിടെ ഇറങ്ങി പോരാ. ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല. ചേച്ചി നീ പോകില്ല. ഇല്ല ഇല്ല ഇല്ല. ചേച്ചി ഞാൻ സമ്മതിച്ചു, നിന്നെ ഇവിടെ ഇറക്കി വിടില്ല. നീ അവളെ വിട്. മോന് വിശക്കുന്നില്ലേ? ഒരു ആന ബിരിയാണി തിന്നാനുള്ള വിശപ്പുണ്ട്. ആണോ? ബാ വാങ്ങിച്ച. നമ്മൾ ഇതിനെ പുറത്തേക്ക് പോണ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. അവൾ ഉണ്ടാക്കുന്ന കഴിച്ചാൽ വയറിളകും, പുറത്തുനിന്ന് കഴിച്ചാൽ വയറ് പെരുകും. ഏത് വേണം? എനിക്ക് വയറ് പെരിയാ മതി. അയ്യോ, പത്ത് കണ്ടുപിടിച്ച തെണ്ടി. വാലടക്കില്ലേ? വാല് തുറക്ക്. തുറക്കാൻ വാല് തുറക്ക്. തുറക്കുന്നില്ല. ഓ അമ്മേ. വിജയ്,
എന്റെ പേര് വി ജയന്ന. ആ പേരിലൊരു സാധനം അകത്തുണ്ട്. പോയി മുട്ടിയാ മതി, പ്രതീക്ഷിക്കാതെ കിട്ടും. ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ. ഇനി മുട്ടിക്കോളൂ. ഒരെണ്ണം കിട്ടിയത് പോരാ. നീ പോയി. അമ്മേ! അയ്യോ! 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 ഓ, സമയത്തിന് വണ്ടി കിട്ടി. അയ്യോ, സമയത്തിന് അടി കിട്ടി. ഇനി അയ്യോ! സമയത്തിന് ഇതുപോലെ കിട്ടും. അയ്യോ, അടി കിട്ടാ. വീട്ടിൽ കൊള്ളാത്ത ചേച്ചിയെ, 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 ചേച്ചി, അമ്മേ! ഒരടി മിസ്സായില്ല. ക്ഷമിക്കണം, അടി കിട്ടിയില്ലല്ലോ. ആള് മാറിപ്പോയതാ. വട്ട തനിക്കോ? ഏയ് എനിക്കല്ല, അവന് വിജയന്തി കുളിക്ക. നമ്മളാരാ? ഞാൻ ഇവിടെ മൊത്തത്തിൽ എവിടെയായിരുന്നു ഇതുവരെ? ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു? ഷോപ്പിംഗിന് പോയി കുറച്ച് ഡ്രസ് എടുക്കാൻ. അതിനെന്തിനാ എത്ര ലേറ്റ്? ലേറ്റ്? അതെ, അതിനുശേഷം ഞാൻ എന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബീച്ചിൽ പോയി. ഒന്നുളിഞ്ഞൻ ആ കൊല്ലും, ഒരേട്ടൻ വന്നിരിക്കുന്നു. സ്വന്തം പെങ്ങളെ പോലും വിശ്വാസമില്ല. ദേ ഇത് കണ്ടോ, ഏട്ടൻ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇത്രയും നേരം കളഞ്ഞു കുളിച്ചത്. എന്തെടുത്താലും പിടിക്കില്ലല്ലോ. ഇതെങ്ങനെയുണ്ട്? ആ, നിന്നെ പോഴ്ത്തി പറയല്ല. ഒട്ടും നിനക്ക് സെലക്ഷൻ സെൻസ് ഇല്ല. എന്നാലേ എന്റെ പൊന്നു മോന് ഇടണ്ട. അല്ല, എനിക്ക് കുറച്ച് ഗ്ലാമർ കൂടുതലുള്ളോണ്ട് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓ, ഹൃതിക് റോഷൻ അല്ലേ മങ്കി. ഇടി. അമ്മേ! എന്താ എന്താടി അവിടെ ഒരു ബഹളം? എന്താന്ന് വിടറ അവളെ. നോക്കമ്മ, എന്റെ ചെവി പൊന്നാക്കി. എന്തിനാടാ അവളെ ഉപദ്രവിക്കുന്നത്? പിന്നെ എന്നെ കുരങ്ങാന്ന് വിളിച്ച? അയ്യോ, കൊരങ്ങാന്നൊന്നും ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചില്ലടി? ഇല്ല, ഞാൻ മങ്കി എന്നല്ലേ വിളിച്ചത്. കേട്ടാമേ? ചേട്ടനെ എങ്ങനെ മങ്കി എന്നൊക്കെ വിളിക്കാം? അമ്മേന്റെ ഏട്ടാ, ഇനി ഞാൻ മങ്കി എന്നൊന്നും വിളിക്കില്ല കേട്ടോ. ആ, കുഴപ്പമില്ല. കൊരങ്ങാന്നേ വിളിക്കൂ. എടി. ഇവളുടെ ഒരു കാര്യം. അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അല്ലേ? കൂട്ടുകാരന്റെ ഭാര്യയെ പ്രേമിക്കുന്നതാണ് തെറ്റ്. കൂട്ടുകാരന്റെ പെങ്ങളെ പ്രേമിക്കാൻ പാടില്ലെന്ന് ഒരു നിഘണ്ടുവിലും ഇല്ല. നല്ല തറവാട്. അജിത്ത് ഫ്രണ്ട് ആയതുകൊണ്ട് കാര്യങ്ങൾ വീസി. എപ്പോ വേണേലും വീട്ടിൽ കയറി ചെല്ലാൻ, സംസാരിക്കാം, കത്തോ കിത്തോക്കെ കൊടുക്കുകയും ചെയ്യാം. അയ്യേ, കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കണ കേട്ടില്ലേ? ഓ, ഇദ്ദേഹത്തിനൊന്നും അറിഞ്ഞൂടാത്ത പോലെ. കല്യാണത്തിന് മുമ്പ് നീ എന്നെ എത്ര പ്രാവശ്യം തട്ട് മുട്ടയൊക്കെ ചെയ്തു എന്ന് പറയാൻ പോവായിരുന്നു. കുഞ്ഞിരിക്കുമ്പോ ഈ മനുഷ്യന്റെ ഓരോ എടീ, കിട്ടേണ്ട സുഖം കിട്ടേണ്ട സമയത്ത് കിട്ടണം, അല്ലെങ്കിൽ ജീവിതം നായ നക്കും. ചേട്ടനെ പോലെ. അതെ. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ. നിങ്ങളല്ലേ അത്? നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. തീരുമാനം ഉണ്ടാക്കാൻ എവളാ മിടുക്കി ചേച്ചി. എന്റെ പൊന്നു മോനെ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ചൊന്ന് കുപ്പിയില. വളച്ചൊടിച്ച് കുപ്പിയിലാക്കുന്ന കൊള്ളാം. അവളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം കുപ്പിയിലാക്കാൻ, ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ പോലെ ആയിപ്പോ. എന്താണ് ഇപ്പൊ പറയുന്നത്? ഹലോ, എട്ടുപെട്ടി കുട്ടപ്പൻ. ഹലോ, വിജയുടെ വീടല്ലേ? ആരാണ്? ഞാൻ ഗീതുവാ. ഇതുവാണോ? ഇപ്പൊ കൊടുക്കാം. വിജയമോനെ, 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 മാൻകുഞ്ഞ്, മാൻകുഞ്ഞ്, വിജയമോനെ. എന്താണോ വിളിച്ചു പോകുന്നേ? വിജയമോനെ, എന്താ? മാൻകുഞ്ഞ്, മാൻകുഞ്ഞ്. മാൻകുഞ്ഞോ? അല്ല, ഗീതുന്റെ ഫോണ്. അയ്യോ, എവിടെ? ഫോൺ താടോ. അല്ല, ഫോൺ തരാൻ നിന്നെ കഥകൾ കാണിക്കാൻ ഫോൺ താണോ? എന്ത്? അയ്യേ, ഒന്നുമില്ല, ഒരു ചെറിയ തുണി പ്രോബ്ലം. ഇപ്പൊ വരും. ഹലോ, 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 പറയേ. എന്നോടല്ലേ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? എപ്പോ പറഞ്ഞു? അന്ന് എന്നോടൊരു സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞില്ലേ? ഞാനതിപ്പോ ശ്രദ്ധിച്ചില്ല. എന്തു പറയാനാ വിളിച്ചത്? അത് എനിക്ക് ഗീതുവിനെ. എന്താ ഗീതുവിനോട്? ഒന്ന് പോടോ. അയ്യോ, ഇവിടെ പറഞ്ഞതാ. അത് എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാ. പക്ഷേ എപ്പോഴും ബൗ ബൗ എന്ന് കുരച്ചോണ്ടിരിക്കും. ആരാ? എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കാണുന്നത്? അങ്ങോട്ട് പോടി, അങ്ങോട്ട് വാ മനുഷ്യന്, ഇങ്ങോട്ട് വരാൻ. നീ ആരാ? നിനക്ക് മേത്ത് ചാടിക്കറ നീ മനുഷ്യനെ കണ്ടുള്ളോ? എന്തോ ഇങ്ങനെ മതി മറന്ന് നോക്കി നിൽക്കണോ? പറ
പോടി. നീ ആരാ? ഞാൻ ചിഞ്ചു. നമസ്കാരം. ആഹാ വന്ന് കയറിയുണ്ടെ നീ കുരുത്തക്കേട് ഒപ്പിച്ചോ? നിനക്ക് കുറെ കുസൃതി കൂടുന്നുണ്ട്. പേടിച്ചു പോയി ആ. മോളാ. ആണോ? അല്ല പെണ്ണാ. എന്താടാ കുട്ടപ്പ സുഖം തന്നെയാണോ? മുതലാളി എന്താ അറിയിപ്പൊന്നും ഇല്ലാതെ വിശേഷിച്ച് ആ വിശേഷമൊക്കെ ഉണ്ടോ പറയാ. വിജയ് എവിടെ? മേളിലുണ്ട്. ഡാഡി ഞാൻ വിജയ് ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ലു മോളെ. ആ മേനോനെ വാ അകത്തേക്ക് വാ. ഹലോ ഹലോ ആരാത്? ഇല്ല ഒന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാം. ആ ചിഞ്ചു ഇത് എപ്പോ വന്നു? ആരുടെ ഫോണില്? അത് എന്റെ ഒരു ഫ്രണ്ടാ. ഗേൾ ഫ്രണ്ട് അല്ലേ? ഏയ് ആ നിന്റെ മുഖഭാവം കണ്ടിട്ട് ഒരു ലൈനിന്റെ ചായ ഉണ്ടല്ലോ. ഛേ. ദേ ഞാൻ നിന്റെ മുറപ്പെണ്ണ. എന്റെ അടുത്ത് കളവ് പറയരുത്. അങ്ങനെ വല്ലതുകൊണ്ട് തട്ടിക്കളയുന്നതിന് ഞാൻ അതിനുള്ള അവകാശം എനിക്കുണ്ട്. നിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി അങ്ങോട്ട് എന്നും പ്രതീക്ഷിക്കാം. നീ ഇവിടെ അല്പം ഉഴപ്പുന്നുണ്ടെന്ന് കേട്ടു. അതുകൊണ്ട് നിന്നെ ഒന്ന് നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന എന്നെ. ആര്? എടാ കുട്ടപ്പ ചായ ഇനിയും വേണോ? അതല്ല എന്റെ മോൻ എങ്ങനെയുണ്ട്? അയ്യോ അത് പിന്നെ പറയാനുണ്ടോ? എപ്പോ നോക്കിയാലും ഫോൺ എടുത്തു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയോട് വിളി. പോണോ? അല്ല, കൊറേ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് മുറിക്കകത്ത് കയറി കഥ കടച്ചാ പിന്നെ തർക്കുന്നത് നേരെ വെളുത്തിട്ടാ അല്ലേ? അപ്പൊ ഫുൾ ടൈം ഉറക്കമാണെന്ന് അർത്ഥം. ഹലോ ഡാഡി. ഡാഡി എന്താ പെട്ടെന്ന് ഇങ്ങനെ? ആ മോനെ ഇവിടെ ഇവിടുത്തെ കോളേജ് ചേർന്നു. ഇവിടെ ആവുമ്പോ നിന്റെ ഒരു കണ്ണുണ്ടാവുമല്ലോ. ഇവിടെയാണെങ്കിൽ എന്റെ 2 എണ്ണം ഉണ്ടാവും. പക്ഷേ എവളെ ഹോസ്റ്റലിലാക്കി. നന്നായി. ഞാൻ പറഞ്ഞത് ഇവിടെ നിന്നോളാന്ന്. അതിന് ഡാഡി സമ്മതിക്കണ്ടേ? ആ ഏതായാലും നിന്റെ പഠിത്തമൊക്കെ ഒന്ന് കഴിയട്ടെ. എന്നിട്ട് അവന്റെ ഒരു താലി മേടിച്ചു കൊടുക്കാം നിന്നെ കെട്ടാൻ. പിന്നെ ഇവിടെ അങ്ങോട്ട് ഒന്നിച്ച് താമസിച്ചോ? അപ്പൊ ഇത് നേരത്തെ ഫിക്സ് ചെയ്താണോ? പിന്നെ ഇത് ക്ലാഷ് ആവും. എന്ത്? കോളേജിൽ പോണോന്ന് പറഞ്ഞ. ആ അത് ശരി. ആ മോനെ ഇവളെ ഹോസ്റ്റലിൽ തിരിച്ചു കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങും. ദിവസവും രാവിലെ നിന്റെ മമ്മിക്ക് ഒരു ഫോൺ ചെയ്യാൻ മറക്കരുത്. അവക്ക് എപ്പോഴും പരാതിയാ. അങ്കിള് സമാധാനപ്പെട്. ഇനി വിജയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. ആ മിടുക്കി. ഫോട്ടോ കിട്ടി. നോക്കട്ടെ, നോക്കട്ടെ. എടാ, ഞാൻ നോക്കട്ടെ. ഏട്ടോ. അമ്മേ ഫോട്ടോ കാണിക്കാൻ പറമ്മേ. ഈ ഫോട്ടോയിലെ ചെക്കൻ അവൾക്ക് വേണ്ടിട്ടാ. നിനക്ക് വേണോ? നോക്കമ്മേ. നോക്കണ്ടമ്മേ. ആദ്യം ദേവിക കാണട്ടെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇഷ്ടായ? എന്റെ മോള് മൂളിയാ പോരാ, ഇഷ്ടമായെന്ന് വാ തുറന്ന് പറയണം അല്ലടാ. ആ അതെ, അവസാനം തടി കൂടി. ഷർട്ട് അഴിക്കുമ്പോ ശരീരം കണ്ടു, ചിരിക്കുമ്പോ പല്ല് കണ്ടു, ഉറങ്ങുമ്പോ കണ്ണടച്ചെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞണ്ടല്ലോ. ഇഷ്ടായ? ഇഷ്ടായി. അപ്പൊ ഇവിടെ ഇഷ്ടായി, ഇവിടെ ഇഷ്ടായി, ഇവിടെ വേണ്ട, ഇവിടെ ഇഷ്ടായി. നിനക്ക് ഇഷ്ടായി? നല്ല അസല് പയ്യൻ. ദേവിയൊക്കെ നന്നായിട്ട് ചെയ്തു. ഹായ് അജിത്. ഹായ്ഡാ. ഹായ് മച്ചമ്മര് കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഇതാണ് എന്റെ ഭാവി അളിയൻ. എങ്ങനെയുണ്ട് പറയടാ? കലക്കി. സൂപ്പർ. അടിപൊളി. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊന്നും ആലോചിക്കാനില്ല. അച്ഛാ ഇത് ഉടനെ നടത്താം. ഒരു സോഡ. ഒരു സോഡ. ഒരു പഴം. ഒരു പഴം. ഒരു വിൽസ്. ഒരു വിൽസ്. $19.60. ഏയ് നോ താങ്ക്സ്, ഞാൻ അങ്ങനത്തെ ആളല്ല. വേണ്ട. കഴിച്ചതിന്റെ കാശ് തരാൻ. കഴിക്കേ. ആര് കഴിച്ചു? എന്ത് കഴിച്ചു? എന്ത് കഴിച്ചെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. എടോ തനിക്ക് തലയ്ക്ക് വട്ടുണ്ടോ? എനിക്ക് വട്ട്. നിന്റെ വട്ട്. പോടാ അവിടുന്ന്. അവനെ പിടിച്ചോ.
പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? അറിയാം സാർ, എനിക്ക് ഏത് സ്ഥലത്ത് നിന്ന് നന്നായിട്ട് സിഗരറ്റ് വലിക്കാൻ അറിയാം. എടോ ഇവിടെ ഒന്നും വലിക്കാൻ പാടില്ലെന്ന്. ഇവിടെ ഒന്ന് സുഖമായിട്ട് വലിക്കാം. ദേ കണ്ടോ, സിഗരറ്റ് വലിക്കുന്നത് കുറ്റകരമാണെന്ന് അറിയില്ലടാ റാസ്കൾ. പിന്നെ നിന്റെ റാസ്കൽ വിൽക്കണത്. എടുക്കട കാശ്. 1 വലിച്ചാൽ 500, 2 വലിച്ചാൽ 1000. ആഹാ, ഇപ്പൊ എത്രേ? 1500. ഇപ്പോഴോ? 2000. അയ്യോ, കൈക്കൂലി ചോദിക്കണേ. കൈക്കൂലി അല്ലടോ പിഴ. പോലീസ് ആരെങ്കിലും കണ്ടോ എന്നെ തല്ലിയത്? ഞാൻ കണ്ടു സാർ. അവ കണ്ടു. എന്നാ പിടിക്കടാ തെണ്ടിയെ. എന്റെ കാണിടാ, എന്റെ കാണിടാ. അയ്യോ, ബാക്കി നിന്റെ കയ്യിൽ വെച്ചോ തെണ്ടി. ദാ നിക്കടാ അവിടെ. അയ്യോ, അവൻ ചാടി രക്ഷപ്പെട്ടു. ഒരു ചുവന്ന ഷർട്ടുകാരൻ മതിലിയാടി പോണോ? ഒരു ചുവന്ന ഷർട്ടുകാരൻ ചാണത്തിൽ വീണ ശബ്ദം കേട്ടു. പോയി നോക്ക് സാർ. ദേ ഇവൻ തന്നെ. പിടിക്കടാ അവനെ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അതേപോലെ ചെയ്യും. പോലീസുകാരൻ തന്നെ. പിടിക്കാവനെ. പിടിക്കാ. പിടിച്ചു തന്നെ. ഐ ലവ് യു പോലീസുകാരാ. ലതേ, എന്നെ വിജയമോനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. എന്തിനാ? റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. എന്റെ ഈശ്വരാ. 2-3 ദിവസമായി ഞാൻ വിജയമോനെ ശ്രദ്ധിക്കുകയാണ്. ഒരു മന്നത പോലെ എന്തോ സൈക്ലിക് കോക്ലിക് പ്രോബ്ലമാണ്. എന്തിനാ? എന്തോ കണസാകുണസ പ്രശ്നമാണ്. എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. നീ ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുക്ക്. സ്റ്റേഷൻ വരെ ഒന്ന് പോണോന്നുണ്ട്. നീ മുണ്ട് ഷർട്ടും ഒന്ന് എടുത്ത് തരുമോ? എവിടെ ഒന്ന് അകത്താക്കാൻ എന്താ ഒരു വഴി? ഞാനാണ് എട്ടുവിട്ടി കുട്ടപ്പൻ. താൻ ആരായാലും എനിക്കെന്താ? സാർ, അകത്ത് കിടക്കുന്ന വിജയമോൻ എന്റെ മുതലാളിയുടെ മോനാണ്. പ്രേമനൈരാശ്യം കൊണ്ട് പ്രാന്ത് പിടിച്ച് 2-3 ദിവസമായിട്ട് നടക്കുകയാണ്. പ്രേമനൈരാശ്യം? അവനെ കണ്ടാൽ ആർക്കാടോ പ്രേമിക്കാൻ തോന്നുന്നത്? വൃത്തികെട്ടവൻ. സാറന്മാരുടെ കൈ കിട്ടിയ ശേഷം വൃത്തികേടായതായിരിക്കും. തന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ കൊണ്ടുപോകാൻ എഴുതി ഒപ്പിട്ട് തരണം. എവിടെ വേണേലും എഴുതി ഒപ്പിട്ടുതരാം സാർ. ഇനി ഇത് ആവർത്തിച്ചാൽ തന്നെ ആയിരിക്കും പിടിച്ചകത്തിടുക. അച്ഛന്റെ പേരെന്താ? എന്റെയോ? അല്ല അവന്റെ. കൃഷ്ണമേനോൻ. എന്റെ തന്തയെ മാറ്റി പറഞ്ഞാണ്ടല്ലോ. അയ്യാ, എവനോ? ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തെണ്ടിപ്പോയനെ. സാർ, ഇവനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആള് മാറിപ്പോയി. സാർ, ഇവനെ സ്ഥിരമായിട്ട് ഇവിടെ ഇടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? വൈഫ് കോംപ്ലക്സ്, മെന്റൽ കേസാ. മെന്റലേ നിന്റെ അച്ഛനാ. തന്തയ്ക്ക് പറയുന്നു. ഇവൻ എന്റെ ആരുമല്ല സാർ. അയ്യോ, ചുമ്മാ പറയാ. ഇയാൾ എന്റെ സ്വന്തം ചേട്ടനാ. സ്വന്തം അല്ല, കുന്തം അല്ല. തരികട കാണിക്കാതെ വിളിച്ചിറക്കിട്ട് പോടോ. ഞാനെന്തിനാ സാർ? ഇവൻ നശിപ്പിച്ചതിന്റെ സകല നഷ്ടങ്ങൾ ഇയാളുടെ വാങ്ങിച്ചേക്കും. എല്ലാ കണക്കും വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വേഗം കാശ് കൊടുത്ത് ഇറക്കി ചേട്ടാ. എനിക്ക് ചേച്ചിയെ കാണാനേ കൊതിയാവണു. എന്നാ ഇതിലെന്താ പറ്റിയിരിക്കുന്നത്? ചാണകം. പശുവിന്റെ എരുമയുടെയോ? അല്ല, എന്റേത്. കാശ് വെച്ചിട്ട് ഇറങ്ങിപ്പോടൂ, അല്ലെങ്കിൽ തന്നെ പിടിച്ചകത്തിടും. ചേട്ടനെ കണ്ടില്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോയനെ. കണ്ടതുകൊണ്ട് ഞാൻ തെണ്ടി. ഒന്നുമില്ല. ഇത് ചാണകമല്ല. ചാണകത്തിന്റെ ടേസ്റ്റ് എനിക്ക് തിരിച്ചറിയാം. ചെമ്മീൻ ഒലത്തിയത്. അയ്യോ, ഞാൻ പറയാൻ മറന്നുപോയി. ഒലത്തിയത് ഒരു 3 പ്ലേറ്റ്. 3 പ്ലേറ്റ് ചെമ്മീൻ ഒലത്തിയത്. ശരി, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ മറന്നുപോയി. ചേട്ടൻ കഴിക്കണല്ലേ? അല്ല, ഞാനേ കൈ കഴിയില്ല. ആണോ? കഴുകു കഴുകു കഴുകു. ഞാൻ കഴിച്ചെഴുതിട്ട് കഴുകോളാം. രണ്ട് നല്ല ചേട്ടൻ. അവനെ ഒലത്തും. എന്തായാലും അത്രയും വേണ്ടായിരുന്നു. പാവം കുട്ടി, എന്ത് സംഭവിച്ചോ എന്തോ. അതിന് നിനക്കെന്താ അടിത്തറ ദണ്ണം? ആ, ഇനി ആ പ്രാന്തന്റെ ശല്യം നമുക്കുണ്ടാവില്ല. അവന്റെ സമയം തെളിഞ്ഞു. ഇനി അങ്ങോട്ട് രാജയോഗമാണ്. കാശില്ലാതെ തിന്നാൻ വന്നല്ലടാ. അകത്ത് പോയി പണിയെടുക്കടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഇത് അയ്യോ സാർ, ഇവന് ടീസ് കൊടുക്കരുത്. ഇവൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല സാർ. ഇവനല്ല ലീലാമ്മയ്ക്ക് എടുത്തു കൊടുത്തത്. ലീലാമ്മ ഇവനാണ് എടുത്തു കൊടുത്തത്. അതൊന്നും അല്ലടോ, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവാ. സാർ റിട്ടയർ ആകാൻ പോവാ. പറഞ്ഞു കൊടുക്ക് ടീച്ചറെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഒരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ എല്ലാവരും വരണം. വരൂ മോളെ. അങ്ങനെ ഒരു 4 നൂറ്റാണ്ടത്തെ പ്രണയം പൂവണിഞ്ഞു. ഈ ഗെറ്റ് ടുഗദർ മാമാങ്കം നമുക്ക് അടിച്ച് പൊളിക്കണം. അല്ല രാജ്യത്തെ. ഓക്കേ. എന്തു പറ്റിട്ടാ നിനക്ക്? ഏയ്, എനിക്കറിയാം, കടുത്ത പ്രണയത്തിന്റെ അടുത്ത കാൻഡിഡേറ്റാ. എന്റെ ഇഷ്ടം, നീ അവിടെ വിഷയം ഒന്ന് വിട്. നീങ്ങോട്ട് വന്നേ. കോളയുണ്ടോ?
കുലുക്കി കോള വേണോ കുലുക്കാത്ത കോള വേണോ? കുലുക്കി കോളയോ? അതെന്ത് കോള? കൺഗ്രാറ്റ്സ്. താങ്ക്സ്. ഹലോ ഹായ് വിജയ്. അജിത്ത് എന്തിയടാ? ദേ പ്രിൻസിപ്പലിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇവൻ ഇവിടെ വന്നു. ഇവൻ ഒഴിയാ ബാധയായല്ലോ. ഈ പൊണ്ടാരം എന്നെ തൊലച്ചേ അടങ്ങ്. ഇവന് ഞാൻ എന്താ ചെയ്യേ? അയ്യോ എനിക്കൊന്ന് കാണാൻ കൂടെ പറ്റിയില്ല. നന്നായി. കുട്ടപ്പേട്ട കാപ്പി എടുക്ക. ഗീതുവിന് ഒരു ആലോചന വന്നിട്ടുണ്ട്. തരക്കേടില്ലാത്ത ബന്ധമാ. ഞങ്ങൾ അതങ്ങ് ഉറപ്പിക്കാന്ന് വിചാരിച്ചു. എന്റെ ഈശ്വര, നാടൻ വിമാനവും മോഡേൺ വിമാനവും തമ്മിൽ കൂട്ടുമുട്ടുവോ? ചിഞ്ചു അവിടെ നിങ്ങൾക്ക് എന്താ അവളെ കാണുമ്പോ ഇത്ര ഇളക്കം? ഹലോ, മസിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അതെ കുട്ടിയോട് നിന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്നൊന്നും കുട്ടി കരുതണ്ട. കീപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റിയ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പിന്നെ കുട്ടി വിചാരിക്കുന്ന പോലെ ഇയാൾക്ക് അത്ര വലിയ മസിലൊന്നും ഇല്ല. ദിവസവും ഞാൻ കാണുന്നല്ലേ. പിന്നെ അവൾ എന്നെ പറഞ്ഞത് കേട്ടില്ലേ? ദേ എന്റെ ജാതകത്തിൽ ഒരു കൊല നടത്തുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളല്ല എന്ന് എനിക്കിപ്പോ ബോധ്യായി. ആ